ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അത്ര സമയം എടുക്കാതെ ഒന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കളും ക്രിസ്തുവേശുവിലുള്ള സ്നേഹവും വന്നു. കൊലോസ്യർക്ക് കർത്താവിൻ്റെ ദാസൻ ലേഖനം എഴുതുമ്പോൾ താൻ കാരാഗൃഹത്തിൽ തടവിലാണ്. കൊലോസ്യ സഭയിൽ കർത്താവിൻ്റെ ദാസൻ പോയിട്ടില്ല. കൊലോസ്യ സഭ പൗലോസല്ല സ്ഥാപിച്ചത്. എപ്പപ്രാസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പൗലോസിൻ്റെ ശുശ്രൂഷയാൽ രക്ഷിക്കപ്പെട്ട് താൻ അവിടെ ചെന്ന് ശുശ്രൂഷ ആരംഭിച്ചു. അവിടെ അടുത്തടുത്ത് 3 സഭകളുണ്ട്. ഒന്ന് ഫിലോമൻ്റെ വീട്ടിലെ സഭയാണ്, ഒന്ന് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വേറൊരു സഭയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ശുശ്രൂഷയിൽ എപ്പപ്രാസ് അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഭയ്ക്കകത്തൊരു കലക്കമുണ്ടായി. പൗലോസ് തടവറയിലായതുകൊണ്ട് ആ കലക്കം എന്താണെന്ന് അറിയിക്കാൻ എപ്പപ്രാസ് പൗലോസിനിടയ്ക്ക് വന്നു. അവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ തൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട ഒരു കത്താണ് ഈ കൊലോസ്യ ലേഖനം. അപ്പോൾ ഇതും യേശുക്രിസ്തു രക്ഷിക്കപ്പെട്ടതും കുരിശിൽ മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും അത്ര നമുക്ക് പോരാ. ദൂതന്മാർക്ക് പ്രത്യേക പവറുണ്ട്. നിങ്ങൾ ഫിലോസഫി മനസ്സിലാക്കണം. ജ്ഞാനമതക്കാരുണ്ടെന്ന് അവിടെ. അപ്പം ജ്ഞാനത്തെ നിങ്ങൾ തിരിച്ചറിയണം. തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കർമ്മമാർഗങ്ങളും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സഭയെ ഒരു തരത്തിൽ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു ദുരുപദേശം വന്നു. അപ്പോഴാണ് കർത്താവിൻ്റെ ദാസൻ ഈ ലേഖനം എഴുതി അറിയിക്കുന്നത്. ഒന്നും വേണ്ട, ജ്ഞാനവും വേണ്ട, തത്വങ്ങളും വേണ്ട, നിങ്ങളെ വലിച്ചെടുക്കത്തേ ഉള്ളു. അതിൻ്റെ കൂട്ടത്തിൽ ദൂതന്മാരും വേണ്ട, മറ്റ് വാഴ്ചകളും വേണ്ട, അധികാരങ്ങളും വേണ്ട, നിങ്ങൾക്ക് യേശു ക്രിസ്തു മതിയായതാണ്. കൊലോസ്യ ലേഖനത്തിൻ്റെ ഉദ്ദേശം യേശു ക്രിസ്തുവിൻ്റെ ഔന്നത്യമാണ്. കർത്താവായ യേശുവിൻ്റെ പരിപൂർണതയാണ്. അപ്പം നമ്മൾക്ക് ഒരു ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ കണ്ടന്റ് എന്താണ്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, അത് എഴുതാനുള്ള സാഹചര്യങ്ങൾ എന്താണ് ഒക്കെ ഒന്ന് അറിയുന്നത് വളരെ വളർച്ചയ്ക്ക്, നമുക്ക് ആത്മീയ വളർച്ചയ്ക്ക് അത് കാരണമായിത്തീരും. അതുകൊണ്ട് അങ്ങനെയൊന്ന് ബൈബിൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഈ കൊലോസ്യ ലേഖനം എഴുതുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം തന്നെ അവർ ഒരു പരിധിവരെ ചില ആൾക്കാർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം മാത്രം അംഗീകരിക്കും. ചിലര് അവൻ പൂർണ്ണ മനുഷ്യനാണെന്ന് മാത്രം അംഗീകരിക്കും. ഇത് രണ്ടും തെറ്റാണെന്നാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അതൊന്നും ഞാനിന്നിവിടെ, അതാണ് കൊലോസ്യൻ ഇപ്പം നമ്മൾ വായിച്ച ഭാഗത്തിൻ്റെ താഴത്തോട്ട് വായിച്ചാൽ ഒരു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്, സകല സൃഷ്ടിക്കും ആദ്യജാതനാണ്. ഇതൊക്കെ വളച്ചൊടിക്കപ്പെട്ട അതിൻ്റെ മൂലഭാഷയിലുള്ള അർത്ഥങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ട് ചിന്തിക്കുന്ന ഒരുപാട് പെന്തക്കോസ്ത് സമൂഹത്തിൽപ്പെട്ടവർ തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ പതറിപ്പോകും, നമ്മളെ തെറ്റിച്ച് കളയും, നമ്മളെ വഞ്ചിച്ച് കളയുന്ന ഒരു ലോകത്തിനാണ്. എന്ന് വെച്ചെന്നാൽ പറയുന്നത്, ഇപ്പം നിങ്ങൾ വഞ്ചിക്കപ്പെട്ട് ഒരു സഭയിൽ നിന്നും മറ്റൊരു സഭയിലേക്ക് പോയെന്നാൽ വന്നാൽ ഇന്നതേ ഉള്ളൂ. നിങ്ങളുടെ 10 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് വീണ്ടും കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇത് മരണത്തിൻ്റെയും ജീവൻ്റെയും കാര്യമാണ്. ഇത് നിത്യജീവൻ്റെ വിഷയമാണ്. അതുകൊണ്ട് വളരെ ഒരുക്കത്തോട് വേണം നമ്മൾ ദൈവസ്ഥലത്തിൽ ആയിരിക്കാൻ എന്ന് ഈ ലേഖനങ്ങളിലൂടെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കാതെ പറയട്ടെ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, കൊലോസ്യർ 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യം അറിയാവുന്ന ശബ്ദം പറഞ്ഞാട്ടെ. ക്രിസ്തുവിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. അവനിൽ
നിങ്ങൾ പരിപൂർണരാണ്. അവന് പുറത്തും അവന് ഇപ്പുറത്തും അപ്പുറത്തും ഒരു വിശ്വാസിക്ക് നിലനിൽപ്പില്ല. ക്രിസ്തു മാത്രമാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ക്രിസ്തുവിലല്ലാത്ത എൻ്റെ വിശുദ്ധിയോ, ക്രിസ്തുവിലല്ലാത്ത എൻ്റെ സൽപ്രവൃത്തിയോ, ക്രിസ്തുവിലല്ലാത്ത എൻ്റെ പ്രാർത്ഥനയോ ഒക്കെ എന്നെ എൻ്റെ പ്രാർത്ഥന കൊണ്ട് പരിപൂർണതയിലേക്ക് വരുത്തത്തില്ല. ക്രിസ്തുവിലാണ് എൻ്റെ പരിപൂർണത. സഫിഷ്യൻസി എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ്. അവനിൽ നമ്മളെ മറച്ചു, അവൻ നമ്മുടെ ഉള്ളിൽ വന്നു, അവിടുന്ന് നമ്മുടെ കൂടെ വന്നു, നമ്മൾ അവൻ്റെ കൂടെ നടക്കുന്നു. ഇത്യാദി കാര്യങ്ങളാൽ നമ്മൾ അവനിൽ പരിപൂർണരായി മാറും. അതും ഞാൻ ആ ഭാഗത്തേക്ക് പോകാതെ ഈ ഇന്ന് വായിച്ച വേദഭാഗത്തേക്ക് വരികയാണ്. അതിനകത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ കർത്താവ് ചിന്ത തന്നെങ്കിലും ഞാനൊന്നും പറഞ്ഞു പോകാതെ ചെറുതായിട്ട് അടുത്ത ആഴ്ചയിൽ ഒരാൾ ദൈവവചനം പ്രബോധിപ്പിക്കാം എഴുതിയിട്ട് വരണം എന്നോട് സഭയായിട്ട് ഒന്ന് പറയണം. ആരാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് പറയാൻ ഉള്ള സാവകാശമുണ്ട്. ഒരു 5 മിനിറ്റ് കൂടിയാലും, അതുപോലെ ആത്മഭാരത്തിലാണെങ്കിൽ കൂടിയാലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. കർത്താവിന് സ്തോത്രം ചെയ്തു. നമ്മളിപ്പോൾ വായിച്ച ഭാഗത്തിൻ്റെ 4-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവേശു നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾ കേട്ടു. നിങ്ങളുടെ വിശ്വാസം ക്രിസ്തുവിൽ മാത്രമാണ്. നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ നിങ്ങളുടെ ഭക്തിപൂർണമായ ജീവിതമല്ല നിങ്ങളുടെ വിശ്വാസം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം ക്രിസ്തുവാണെന്ന് എപ്പപ്രാസ് ഞങ്ങളോട് വന്ന് പറഞ്ഞു. പൗലോസിൻ്റെ സന്തോഷം നോക്കി അവിടെ പോയി കണ്ടിട്ടില്ല. അവരുടെ മുഖത്ത് നോക്കി കാണുന്നത് പോലെ പറയുക, എന്തൊരു സ്നേഹമാണ് ഒരു അപ്പോസ്തലൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ വായിക്കുകയാണ്: സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ കാശ് കിട്ടിയത് ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ നിന്നും സഭയ്ക്കകത്ത് ബുദ്ധിമുട്ടുള്ളവരാരുമില്ല. ഇതൊന്നുമല്ല പൗലോസിനെ സന്തോഷിപ്പിച്ചത്. നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടു. ഹല്ലേലൂയ. ഇതാണ് ഒരു ദൈവദാസനെ സന്തോഷിപ്പിക്കേണ്ടത്. പുറത്തുള്ള സ്നേഹം, നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കണം, അല്ലേ? ശത്രുക്കളെ കൂടെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവരെയും സ്നേഹിക്കണം, ശപിക്കുന്നവരെയും സ്നേഹിക്കണം. എന്നാൽ സഭയ്ക്കകത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? സ്നേഹം ഒഴുകണം. എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരുന്ന ഒരനുഭവം. കൊലോസ്യ സഭ അവരെല്ലാവരും കൂടെ അല്പം ഭക്ഷണമൊക്കെ ഒരുക്കി അവർക്ക് സഭായോഗം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഓരോ പ്രോഗ്രാം കർത്താവിൻ്റെ സ്നേഹത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്നു. ഇത് നമ്മൾ ചെയ്യുന്നത് പുറത്തുള്ള പ്രോഗ്രാമാണ്. സഭയ്ക്കകത്ത് നമ്മൾ ഒരു ശരീരമാണെന്നുള്ള ഒരു വെളിപ്പാടിൽ നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് പൗലോസ് കേട്ടു. നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് കർത്താവ് കേട്ടു. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുമ്പോൾ ഞാൻ പറയും കർത്താവിനോട്, കർത്താവേ, ദൈവമക്കളുടെ ആ സ്നേഹം നീ കാണുന്നില്ലേ കർത്താവേ? അപ്പം കർത്താവ് അത് കേൾക്കും, കർത്താവിനത് കാണണം, കർത്താവിനത് കേൾക്കണം. അപ്പം ഈ സ്നേഹമെന്ന് പറയുന്നത് അഗപ്പെ സ്നേഹമാണ്. ഈ സ്നേഹം ആത്മാവിനാലുള്ള ഒരു സ്നേഹമാണ്. സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹം. സകല വിശുദ്ധന്മാരോടും തമ്മിൽ നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ സഭയ്ക്ക് വരരുത്. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ, ഹല്ലേലൂയ, കണ്ട് ഇങ്ങനെ കയ്യും വെച്ച് പോകുന്ന ഒരവസ്ഥയെ സ്നേഹമെന്ന് പറയരുത്. തമ്മിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരല്ല. ഹല്ലേലൂയ. അപ്പൊ സ്നേഹം പ്രകടനം ഉണ്ടാകണം. സ്നേഹത്തിന് ത്യാഗമനോഭാവം ഉണ്ടാകണം. നിങ്ങൾക്ക് തമ്മിൽ സകല വിശുദ്ധന്മാരും ഉള്ള സ്നേഹം ഉണ്ടാകണം. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. അത് വർദ്ധിപ്പിച്ച് എടുക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതിൻ്റെ 8-ാമത്തെ വാക്യം, അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ: നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹപ്രത്യനായ എപ്പപ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. എപ്പപ്രാസ് അവരെ പഠിപ്പിച്ച അതാ. എപ്പപ്രാസ് വലിയ ഉപദേശവും പറഞ്ഞുകൂടാ. സഹോദരങ്ങളെ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. എങ്കിൽ നിങ്ങൾ ദൈവമക്കളാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച സ്വർഗ്ഗത്തിൽ ദൈവം മറുപടി തരും. സ്നേഹം ഉണ്ടെന്ന് തെളിയിക്കണം. സ്നേഹം വെളിപ്പെടുത്തണം. മറ്റുള്ളവർ പറയണം, ഇന്നയാൾക്ക് വളരെ സ്നേഹമുള്ള മനുഷ്യനാണ്. തെളിയിച്ചു കൊടുക്കണം. ഒരാളോടുള്ള സ്നേഹമല്ല കേട്ടോ,
ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹം കാണിക്കാൻ ഇഷ്ടമായിരിക്കാം. സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം. ഏതാണ്ട് കൊലോസ്യസഭയിൽ ചുരുക്കം വിശ്വാസം, നമ്മളെപ്പോലെ ചെറിയ ഒരു സഭയാണ്. ആ ചുരുക്കം വിശ്വാസികളുള്ളവർ തമ്മിൽ സ്നേഹിക്കുന്നതിൽ അപ്പസ്തോലന്റെ സന്തോഷം. അപ്പോൾ എപ്പഫ്രാസിൽ നിന്നും അതാണ് അവർ പഠിച്ചത്. 8-ാം വാക്യം, ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവരുമാകുന്നു. അപ്പൊ ഈ സ്നേഹം ഏത് സ്നേഹമാണ്? പരിശുദ്ധയാത്മാവിനാലുള്ള സ്നേഹമാണ്. നമ്മുടെ ജഡസ്നേഹം, നമ്മുടെ ലോകത്തിൻ്റെ സഹോദര സ്നേഹമുണ്ട്. ഇത് ഒരു കാര്യം വരുമ്പോൾ സ്നേഹം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഇത് ആത്മാവിനാലുള്ള സ്നേഹമാണ്. ഈ ആത്മാവിനാലുള്ള സ്നേഹം പിതാവിങ്കിൽ നിന്നും വരുന്ന സ്നേഹമാണ്. റോമർ 5:5 പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്കാണ് ആ സ്നേഹം ഇങ്ങനെ പകർന്നു തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളത്തിലേക്ക് പകർന്നു തന്ന സ്നേഹം ഒഴുകുന്ന സ്നേഹമാണ്. എല്ലാം സഹിക്കുന്ന, എല്ലാം ക്ഷമിക്കുന്ന, ഒരാളുടെ കുറ്റം കാണാൻ കഴിയാത്ത വിധത്തിൽ. അതായത് സ്നേഹം ആത്മാവിൽ നിന്നും ആത്മാവിലേക്കാണ് വരുന്നത്. പരിശുദ്ധാത്മാവ് സ്നേഹം തരുന്നത് നമ്മുടെ ദേഹിയിലേക്കല്ല. ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾ ദേഹിയിൽ നിന്നുള്ള സ്നേഹം ഒരു ചെറിയ കാരണം ഉണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ പുഴിക്കങ്ങ് നിൽക്കും. ദേഹിയിൽ നിന്നുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരു ചെറിയ വാക്ക് മതി, ഒരു ചെറിയ പ്രവൃത്തി മതി, ഒരു ചെറിയ കാര്യം മതി. ആ സ്നേഹം അവിടെ കൊണ്ട് നമുക്ക് ഉള്ളിൽ കുറ്റം പറയാൻ തുടങ്ങും. മറ്റുള്ളവരുടെ നന്മ കാണാൻ കഴിയത്തില്ല, പിന്നെ അവരുടെ ഉയർച്ച കാണാൻ നമുക്ക് കഴിയത്തില്ല. നമുക്ക് ആത്മാവിനാലുള്ള സ്നേഹമാണെങ്കിൽ, ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കും, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ യാത്രയ്ക്ക് തടസ്സമായി നിന്നുകൊണ്ട് വഴിയിൽ നിന്ന് മാറാതെയോ നമ്മുടെ യാത്രയ്ക്ക് തടസ്സം നിൽക്കുകയൊക്കെ ചെയ്യുന്നവരെ കാണുമ്പോൾ നമുക്കൊരു ഈർഷ്യയും പിണക്കമൊക്കെ വരുമ്പോഴേ, അപ്പോൾ അവിടെ എൻ്റെ ഒരു സഹോദരനാണെങ്കിലോ, നിങ്ങളിൽ ഒരാളാണ് ആ യാത്രയ്ക്ക് എനിക്ക് തടസ്സം വരുത്തുന്നത് വിചാരിച്ചു, നിങ്ങളിൽ ഒരാളാണ്, ഞാനെന്ത് ചെയ്യും? എന്തു പറ്റിയത്? എന്താണ്? പെട്ടെന്ന് എൻ്റെ പല്ലുകിടി ഉണ്ടാകുമോ? അപ്പൊ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എല്ലാവരെയും എൻ്റെ സഹോദരനെന്ന് കാണാൻ കഴിയും. ക്രിസ്തുവിൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ്, നിങ്ങൾ ഇടയ്ക്ക് പരിശോധിച്ച് നോക്കിയാൽ മതി, കർത്താവെ ഞാൻ നിന്റെ കൈ വിട്ടിട്ടുണ്ടോ? നമുക്ക് വിടാം. കർത്താവ് വിടത്തില്ല. കർത്താവ് പുറകെ നടക്കുക, മോനെ ഇട നീ എന്നെ മറന്നിട്ട് എത്ര നേരമായി, നീ എന്നെ മറന്നിട്ട് എത്ര ദിവസമായി, ഞായറാഴ്ച വന്ന് കൈയടിച്ച് പ്രാർത്ഥിച്ച് പോയി, പിന്നെ കർത്താവിനെ മറന്നു. കർത്താവുമായിട്ട് ഒന്നിച്ച് രാത്രിയിൽ കിടന്നുറങ്ങുന്ന ഒരു സംസ്കാരം നിങ്ങൾക്കുണ്ടോ? രാവിലെ എഴുന്നേറ്റ് വന്നാൽ പരിശുദ്ധാത്മാവിന് ഒരു ഗുഡ് മോർണിംഗ് പറയുന്ന ഒരവസ്ഥയുണ്ടോ നമുക്ക്? കർത്താവെ പുതിയ ദിവസം തന്നല്ലോ, ഞാൻ തന്നെ കെട്ടിപ്പിടിച്ചോട്ടെ, രാത്രി കിടക്കാൻ പോകും, ഒരു പകൽ മുഴുവൻ്റെ പോറ്റി പുലർത്തിയല്ലോ കർത്താവെ, ഞാൻ അങ്ങയുടെ മാർഗം ചാരിക്കോട്ടെ. ഇങ്ങനെ കർത്താവിൻ്റെ മാർഗം ചാരിക്കൊണ്ട് കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന ജീവിതമാണ് ആത്മാവിനാലുള്ള സ്നേഹത്തിൻ്റെ കൂട്ടായ്മ. ദൈവം ഇതല്ലേ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് വേണ്ടതെന്താ? നമുക്ക് ജാതികൾ ദൈവത്തെ പിൻപറ്റുന്നില്ല. ജാതികൾ, ദൈവത്തെ അറിയാത്തവർ, മറ്റ് ജനങ്ങൾ, മറ്റ് അക്രൈസ്തവരായിരിക്കുന്നവർ എന്തിനാണ് ദൈവത്തെ പിൻപറ്റുന്നത്? അവരുടെ കടങ്ങൾ മാറണം, അവരുടെ വേദനകൾ മാറണം, അവരുടെ കുഞ്ഞുങ്ങൾക്ക് അമേരിക്കയിൽ ജോലി കിട്ടണം, നല്ല വിജയം ഉണ്ടാകണം, അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകണം, അവരുടെ വീടിൻ്റെ പണി പൂർത്തീകരിക്കണം, അവർക്ക് വസ്തു വാങ്ങണം. ഇതിനൊക്കെയാണ് അവർ എല്ലാ നോയമ്പും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ദൈവത്തെ പിൻപറ്റുന്നത്. ഒരു പരിധി വരെ, എല്ലാവരും അല്ല, ചിലരൊക്കെ അങ്ങനെ അല്ല കേട്ടോ, അങ്ങനല്ല. അവർ ദൈവത്തെ, നമ്മളെപ്പോലെ അറിഞ്ഞിട്ടില്ല എങ്കിലും ദൈവത്തെ കാര്യം കാണാൻ വേണ്ടിയിട്ട് നടക്കുന്നവർ ചിലരെ കാണുന്നുണ്ട്. എൻ്റെ പൊന്നു പാസ്റ്ററെ, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നിനും വേണ്ടിയിട്ടല്ല, അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് ഭൂമിയിലുള്ള ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. ദൈവത്തെ സ്നേഹിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ പാസ്റ്ററെ? എന്നോട് പറഞ്ഞുള്ള വിജാതിയെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നമുക്ക് അവരെ പോലെ അല്ല നമ്മുടെ ഉപവാസവും നമ്മുടെ പ്രാർത്ഥനയും. എന്തെങ്കിലും കാര്യം കാണാനല്ല, സ്വർഗത്തിൽ പോകാൻ പോലും അല്ല, സ്വർഗത്തിൽ പോകാൻ പോലും അല്ല നമ്മുടെ ഈ പ്രാർത്ഥനയും കാര്യങ്ങളും. യേശു ക്രിസ്തുവിൽ കൂടെ സൗജന്യമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം നമുക്ക് ആത്മാവിനാലുള്ള സ്നേഹത്തെ ദൈവം നമുക്ക് ഉറപ്പിച്ചു തന്നു. ഈ സ്നേഹം ഇവിടെ സ്പ്രെഡാകണം. എന്നാൽ ഇവിടെ വരുന്നവർ കാണുന്ന അത്ഭുതം അതായിരിക്കും. അവർ സ്നേഹം കണ്ടിട്ടില്ല ലോകത്തിൽ. അവർ ലോകത്തിൽ കാണുന്ന സ്നേഹം സ്വയസ്നേഹമാണ്.
സ്വന്തം സ്നേഹത്തെ എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ അവർ കാണുന്ന അത് മാത്രമാണ്. അത് കണ്ടിട്ട് നിങ്ങളുടെ സഹോദര സ്നേഹം, നിങ്ങളിലുള്ള ആത്മാവിനാലുള്ള സ്നേഹം, ഉറക്കം വരുന്ന ആത്മാവിനാലുള്ള സ്നേഹം നിങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ ഇത്രയും പേര് കണ്ടാൽ മതി, ജനത്തിന് ഇവിടെ നമ്മുടെ മധ്യത്തിൽ നടക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. അതിനായിട്ട് അവർ ഓടി വരും. ഇവിടെ യേശുവുണ്ട്. എനിക്കങ്ങനെ അനേകാനുഭവങ്ങളുണ്ട്. ഇവിടെ യേശുവുണ്ട്. ഒരിക്കൽ ഒരു സഭയ്ക്കകത്ത് വന്നപ്പോൾ പാസ്റ്റർ അദ്ദേഹത്തോട്, ആദ്യമായിട്ട് സഭയ്ക്കകത്ത് വരിക ഒരു വിദ്യാർത്ഥിയിലെ മനുഷ്യൻ, അദ്ദേഹത്തോട് ശരിയായിട്ട് സുവിശേഷം പറഞ്ഞു. കാൽവരി കുരിശിൽ യേശു പിടഞ്ഞ് മരിച്ചത് നിന്നോടുള്ള സ്നേഹമാണ്. അവൻ്റെ നിലവിളി നിനക്ക് വേണ്ടിയുള്ള നിലവിളിയാണ്. അവിടുത്തെ മരണം നിനക്ക് പകരമാണ്. അവിടുത്തെ ഉയർത്ത എല്ലാ സുവിശേഷവും പറഞ്ഞു. വാസുയാച്ചി എൻ്റെ പ്രസംഗം ഈ ആഴ്ച ഏറ്റു. അദ്ദേഹത്തിന് ആകപ്പാടെ ബോറടിയായി. ക്രൂശിക്കപ്പെട്ടെന്നും നീ മരിക്കണമെന്നും നിന്റെ സ്വയത്തിന് മരിക്കണമെന്നും ആ രക്തം ചൊരിഞ്ഞ് നിന്റെ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇത് കേട്ടപ്പോൾ എവിടെ വേറെ എന്തെങ്കിലും നല്ല കാര്യം കേൾക്കാനോ അദ്ദേഹം വന്നു. ഈ ക്രൂശും സുവിശേഷവും രക്ഷയും ക്രൂശുമരണവും നീ മരിക്കണമെന്നൊക്കെ അദ്ദേഹത്തിന് ആകപ്പാടെ ഇതായി. പക്ഷേ അദ്ദേഹം തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു സഹോദരൻ ഓടിച്ചെന്ന് പറഞ്ഞു, അങ്കിളിൻ്റെ വീട് എവിടാ? അവിടെ ഇത് കെട്ടിക്കൊണ്ട് പിടിച്ചു. പിന്നെടുത്താണോ? അങ്കിൾ, ഞങ്ങൾക്ക് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. അങ്കിൾ, ഞാനൊരു പുസ്തകം തരട്ടെ. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബൈബിള് അദ്ദേഹത്തിന് കൊടുത്തു. ഈ മനുഷ്യനെ അതൊന്ന് സ്പർശിച്ചു. ഉടനെ അടുത്തിരിക്കുന്ന വേറൊരു സ്വന്തം ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അങ്കിൾ പ്ലീസ് ഇന്ന് പോകുമ്പോൾ അങ്കിൾ എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കൂടെ? ഞങ്ങളുടെ കൂടെ അല്പം ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കൂടെ? എൻ്റെ സഹോദരങ്ങളെ ഓരോരുത്തർ ചെന്ന് സുവിശേഷം അദ്ദേഹത്തെ ബോറടിച്ചു. പാസ്റ്ററുടെയും പാസ്റ്ററുടെ പ്രസംഗത്തെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. പക്ഷേ പിറ്റേ ആഴ്ച അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിൻ്റെ പ്രസംഗമൊന്നും കേട്ടിട്ട് ഇഷ്ടപ്പെട്ട, സഭ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം, അവരുടെ സ്നേഹം. അയാൾ പിറ്റേ ആഴ്ചയിലും സഭയ്ക്ക് വന്നു. അപ്പോൾ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, അവർക്ക് നല്ല ഇടപെടാൻ അറിയാം, അവർക്ക് നല്ല സ്നേഹമാണ്, എന്നാൽ പ്രത്യേകമായിട്ടൊരു കരുതലുണ്ട്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ആദ്യം ഈ പ്രസംഗം കേട്ട സത്യസുവിശേഷമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ബോറടി ഉണ്ടായില്ലെങ്കിലേ അതിശയം. എന്നാൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹം അവർക്ക് കിട്ടിയാൽ പിന്നെ അവർ വരുമ്പോൾ പിന്നെ അവർ സന്തോഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിലല്ല. ശമരിയക്കാരത്തെ സ്ത്രീയോട് അവിടെ വന്ന ആൾക്കാർ പറഞ്ഞു, ഇനി നിന്റെ വാക്കല്ല, ഞങ്ങൾ സാക്ഷാൽ ലോകരക്ഷിതാവാകുന്ന യേശുവിനെ കണ്ടെത്തി, ഇനി നിന്റെ വാക്കല്ല. അവർ യഥാർത്ഥ വചനത്തിലേക്ക് വരും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. അത് എപ്പബ്രാസ്. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. ഇടവിടാത്ത പ്രാർത്ഥന, പാസ്റ്ററുടെ പ്രാർത്ഥനയാ. പൗലോസ് കാരാഗൃഹത്തില ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. എന്താണ്? അതാണ് ദൈവസ്നേഹം. ഒരാൾ സഭയ്ക്കകത്ത് നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് കേട്ട രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ദൈവദാസന്റെ പ്രാർത്ഥന ഇടവിടാത്ത പ്രാർത്ഥനയാണ്. കുട്ടിന് നീരയിടുന്ന ഇടവിട്ടല്ല, നിരന്തരമായിട്ട് കർത്താവെ, അധിക മക്കൾ, ആ സഹോദരങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ പറഞ്ഞുകൊണ്ട് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, പ്രാർത്ഥിക്കുന്ന വിഷയം കൂടെ പറയുകയാണ്, ഇടപെടാതെ പ്രാർത്ഥിക്കുക. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി, ഞാൻ വായിച്ചു വിടത്തേയുള്ളൂ കേട്ടതില്ല, കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം വേണം. കൊലോസ്യരോട് പറയുക, ദൈവത്തെ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്? വല്ലതും കൊടുത്താൽ ദൈവം പ്രസാദിക്കുമോ? ജീവിതത്തിൽ നടപ്പ് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവപ്രസാദത്തിനൊത്തവണ്ണം, അങ്ങനെയാണ് നമ്മൾ വായിച്ചത്, യോഗ്യമാകും വണ്ണം നടക്കണം. കണ്ടോ, ജീവിത ശൈലിയിലേക്ക് വരുന്ന കണ്ടോ? അത് എനിക്കൊന്ന് ടച്ച് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഞാൻ അവിടെ പെട്ടെന്ന് പോകട്ടെ. യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണമെന്നും. അതൊന്ന് ടച്ച് ചെയ്ത് പോയിക്കോട്ടെ. കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കണം. എങ്ങനെ യോഗ്യമാകും വണ്ണം? നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായിട്ട്
ആത്മീയമായ സകല ജ്ഞാനത്തിലും, ഹല്ലേലൂയ, വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ഇത് മാത്രം എനിക്ക് ഒന്ന് പ്രസംഗിച്ചേ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ ചിന്ത. നമുക്ക് ഒരു വിസ്ഡം ആവശ്യമാണ്, ഒരു ജ്ഞാനം ആവശ്യമാണ്. എന്തിനാണ് നമുക്ക് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്? ഹല്ലേലൂയ. 2, നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു വിവേകം നമുക്ക് വേണം. ഇതാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ജ്ഞാനവും വിവേകവും പ്രാപിക്കണം. എന്നിട്ട് അതിനോടൊപ്പം തന്നെ നോളജ് നിങ്ങൾക്കുണ്ടാകണം, പരിജ്ഞാനമുണ്ടാകണം നിങ്ങൾക്ക്. ദൈവത്തിന് സ്തോത്രം ചെയ്തു. പ്രിയപ്പെട്ടവരെ, എനിക്ക് അത് ഇന്ന് സമയപരിമിതി കൊണ്ട് ഞാൻ അത്രയും അത് വിവരിച്ച് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന്, നമുക്ക് ഒരു വ്യക്തമായ അറിവുണ്ടാകണം. ഞാൻ ആരാണ്? ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഒരു ആത്മജീവിയാണെന്ന് മനസ്സിലാക്കണം. ഞാനെന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ലോകക്കാർക്ക് ഞാനെന്ന് പറയുന്നവരുടെ ശരീരവും ദേഹിയുമാണ്. അവരുടെ ദേഹിയാണ് അവരുടെ മനസ്സിൻ്റെ ഇഷ്ടത്തിനാണ് അവർ ജീവിക്കുന്നത്, മനസ്സിൻ്റെ സന്തോഷത്തിനാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ ദൈവ പൈതൽ ഈ ജ്ഞാനം തിരിച്ചറിയണം. ഞാൻ ഒരു ആത്മമനുഷ്യനാണെന്നുള്ള വെളിപ്പാട്. ഹല്ലേലൂയ. ആത്മാവിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നതല്ല, ആത്മാവിനാൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ആത്മാവിനാൽ ജീവിക്കുന്ന ദൈവമക്കൾ. എൻ്റെ സഹോദരങ്ങളെ, അത് ചുരുക്കം വാക്ക് ദൈവാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ. നമ്മൾ ആത്മമനുഷ്യരാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു ആത്മമനുഷ്യനാണെന്ന് ചിന്തിച്ചാണോ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞത്? നിങ്ങൾ ബൈബിൾ വായിച്ചത് ആത്മാവിൻ്റെ ഭക്ഷണമെന്ന നിലയിലാണോ? നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചത് ആത്മാവിലെ എൻ്റെ പ്രാണപ്രിയൻ എന്നുള്ള ബന്ധത്തിലാണോ? എന്താണ് വിവേകത്തിൻ്റെ പരിപൂർണത? ദൈവത്തിന് പ്രസാദമാകും വണ്ണം, യോഗ്യമാകും വണ്ണം നടക്കണമെങ്കിൽ നിങ്ങൾക്ക് വിസ്ഡം വേണം. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം, നിങ്ങൾക്കൊരു വിവേകമായ പരിപൂർണത വേണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് പ്രസാദം വരുത്തുന്നൊരു ജീവിതം നയിക്കാൻ പറ്റത്തില്ല. നമുക്ക് തോന്നും ദൈവം പ്രസാദിച്ചു, സ്തോത്രയാഴ്ച കൊടുത്തപ്പോൾ ദൈവം പ്രസാദിച്ചു. ഒരിക്കലുമില്ല ദൈവമക്കളെ. ദൈവം പ്രസാദിക്കുന്നത് എൻ്റെ ജീവിത ശൈലിയിലൂടെയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മാവിനെ ബലപ്പെടുത്തുന്നത് എന്താണ്? കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ചെയ്തത് ഇതാണ് വിവേകം. വിവേകം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തുന്ന, അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്തത്? നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടോ? അകത്തെ മനുഷ്യന് ശക്തി വന്നിട്ടുണ്ടോ? ഒറ്റ കാര്യം, നിങ്ങൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ, ആത്മാവിന് പുതിയ സൃഷ്ടിയുടെ ജീവന്റെ അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർത്താവുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാവും. നിങ്ങൾക്കൊരു മതത്തിൻ്റെ ആചാരപ്രകാരമല്ല പിന്നെ നിങ്ങൾ ജീവിക്കുന്നത്. ഞായറാഴ്ച ഓർത്തു, ഇന്ന് ഞായറാഴ്ചയാണല്ലോ എന്നല്ല, ഞായറാഴ്ചയ്ക്ക് വേണ്ടി ജീവിക്കും. ഞായറാഴ്ചത്തെ ദിവസത്തിന് നിങ്ങൾ പ്രത്യേകത ഉണ്ടോ? ഒന്നുമില്ല, ഒരു പ്രത്യേകതയുമില്ല. ആഴ്ച ഒരു ദിവസം നമുക്ക് ദൈവത്തോടുകൂടെ ഇരിക്കാൻ നമ്മൾ അവസരം കണ്ടെത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ജനിക്കുന്ന വാഞ്ചയോടെ അല്പസമയം എനിക്ക് കർത്താവിൻ്റെ അടുത്ത് പോയി ഇരിക്കണം, കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാതുണ്ട്. വാക്കുകളായിട്ട് മാറുക ഇന്നത്തെ പ്രാർത്ഥന, വെറും വാചകങ്ങളായിട്ട് ഇന്നത്തെ പ്രസംഗങ്ങൾ മാറുക. ഞാൻ ആ വിവേകത്തിൻ്റെ പൂർണ്ണത, ഞാനിപ്പം എനിക്ക് യേശു എന്നിലൂടെ സംസാരിക്കുന്നൊരു അനുഭവമാണ് വിവേകം എന്ന് പറയുന്നത്. നിങ്ങൾ കേൾക്കുമ്പോൾ യേശുവിനെയാണ് ഞാൻ കേൾക്കുന്നത്. യേശു പറയുന്നത് എനിക്ക് കേൾക്കണം. ആത്മാവിന് മാത്രമേ അത് പറ്റൂ. എൻ്റെ ആത്മമനുഷ്യൻ ബലപ്പെടണമെങ്കിൽ എൻ്റെ ദേഹി മണ്ഡലത്തെ ഞാൻ അതിൻ്റെ വരുതിക്ക് കൊണ്ടുവരണം. എൻ്റെ ആത്മമനുഷ്യൻ, നിങ്ങൾക്ക് ആത്മമനുഷ്യൻ ബലപ്പെടണമോ? നിങ്ങൾക്ക് ബലപ്പെടണമെങ്കിൽ നിങ്ങളുടെ ദേഹി മണ്ഡലം, നിങ്ങളെന്ന് പറഞ്ഞ മനുഷ്യനെ ആത്മമണ്ഡലത്തിലേക്ക് നിങ്ങൾ അവനെ അതിൻ്റെതായിരിക്കുന്ന നവീകരണത്തിലേക്ക് കൊണ്ടുവരണം. അതിൻ്റെതായിരിക്കുന്ന പുതുക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ മനസ്സിനെ പുതുക്കണം. മനസ്സ് പുതുക്കുന്ന ജോലിയാണ് ആത്മാവ് ചെയ്യുന്നത്. നിങ്ങൾ ആത്മാവിലാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് നവീകരണം വരും. നിങ്ങളുടെ മനസ്സിന് നവീകരണം വന്നാൽ
നിങ്ങൾക്ക് ആത്മീക വളർച്ച വരും. ആത്മീക വളർച്ച വരുന്നതിൻ്റെ തെളിവെന്ന് പറയുന്നത്, ഇന്നലെ വരെ ഇപ്പം നിങ്ങളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും ഒരു പ്രശ്നമുണ്ടാകും. ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ആത്മാവിലാണോ, ഞാൻ എൻ്റെ ബുദ്ധിയിൽ നിന്നാണോ അത് കൈകാര്യം ചെയ്യുന്നത്? ഉടനെ ആ പ്രശ്നത്തെ, എൻ്റെ ഭാരത്തെ, എൻ്റെ വേദനയെ, സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, കുടുംബപരമാകട്ടെ, അതാണോ നിങ്ങളുടെ വലിയ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു വളച്ചുകെട്ടുമില്ലാതെ ഞാൻ പറയട്ടെ, നമുക്ക് ഈ കള്ളച്ചിരിക്കാൻ പഠിച്ചവരാ നമ്മൾ. ചിരിയൊന്നുമില്ല, കൈയൊന്നും നമ്മുടെ മനസ്സ് വരുന്നില്ല കൊടുക്കാനായിട്ട്. പക്ഷെ നമുക്ക് കള്ളക്കൈ കൊടുക്കാൻ പറ്റും. എങ്ങനെ? എനിക്ക് ഇഷ്ടമേ അല്ല ഇയാളെ, പക്ഷെ ഒരു ചിരിക്കാൻ ഇഷ്ടമില്ല. നമ്മൾ ഒരുപാട് വ്യാജ ഭാവം, നമ്മുടെ ദേഹി മണ്ഡലം വ്യാജമാണ്, അറിയാമോ? നമ്മുടെ ദേഹി എന്ന് പറഞ്ഞ വ്യാജത്തിന് അടിമപ്പെട്ടൊരു ദേഹിയ. ഒരു സന്തോഷമില്ലെങ്കിലും പറയും, ഞാൻ ഭയങ്കര സന്തോഷമാണ്. ദൈവവുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിലും പറയും, ഞാൻ ഇത്ര മണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നത്, ഇത്ര മണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്താ? ദൈവവുമായിട്ട് ഒരു റിലേഷനും ഇല്ല. ഹല്ലേലൂയ. അപ്പം ആത്മമണ്ഡലം ഒരാളുടെ ദേഹി മണ്ഡലത്തെ നിയന്ത്രിക്കാനായിട്ടാണ് അകത്ത് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നത്. എൻ്റെ ദേഹി മണ്ഡലത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന് പ്രസാദം പെരുമാറ് തിരിച്ചു കൊണ്ടുവരണം. അത് ഞാൻ സൂചിപ്പിച്ചിട്ട് പോയെന്ന് ദൈവം സഹായിച്ചെന്നാൽ അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് വിശദീകരിച്ച് പഠിക്കേണ്ടതാണ്. നമ്മുടെ ദേഹി മണ്ഡലം എപ്പോഴും പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ വികാരം കൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഒരു വികാരജീവിയാണോ, നിങ്ങളൊരു ആത്മജീവിയാണോ? നിങ്ങൾക്ക് തീരുമാനിച്ചാൽ. നിങ്ങൾ വികാരപരമായിട്ട്, ആത്മജീവിക്ക് വികാരമുണ്ട് കേട്ടോ, ആത്മജീവിക്കൊരു വികാരമുണ്ട്. പക്ഷേ വികാരത്താൻ അടിമപ്പെട്ടൊരു ജീവിക്ക് ആത്മാവിൻ്റെ നടത്തിപ്പില്ല. ചിലപ്പോൾ ഒരു പ്രശ്നം വന്നാൽ അവൻ വളരെ പല്ല് കടിച്ചു പിടിച്ചതിനെ സഹിക്കും. ചിലര് പൊട്ടിത്തെറിക്കും, ചിലര് പെട്ടെന്ന് കൈയെടുത്ത് പ്രവർത്തിക്കും, ചിലര് നാവെടുത്ത് പ്രവർത്തിക്കും. എന്താണ്? അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അവർ തയ്യാറാണ്. വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടതല്ലേ? നമുക്ക് കുറച്ചൊക്കെ സാധിക്കുകയും ചെയ്യും. നമ്മുടെ വികാരങ്ങളെ എന്ത് ചെയ്യും? എന്നേക്കാൾ ബലവാനായ ഒരു മനുഷ്യൻ എൻ്റെ വികാരം എന്നോട് പറഞ്ഞു, എൻ്റെ ബുദ്ധിയോട് പറഞ്ഞു, അവൻ കാണിച്ചത് ഒട്ട് ശരിയായില്ല, അകത്ത് നിങ്ങോട്ട് കയറി വന്നു ഒരെണ്ണം. പെട്ടെന്ന് എൻ്റെ ബുദ്ധി എന്നോട് പറഞ്ഞു, സൂക്ഷിച്ചു വേണം, അവൻ നിന്നേക്കാൾ ആരോഗ്യമുള്ളതാണ്. നീ ഒരെണ്ണം കൊടുത്താൽ അവൻ നിനക്ക് രണ്ട് തരും. അതുകൊണ്ട് നീ സൂക്ഷിച്ച്. അതിനെ ആത്മീയതയല്ലത്, ഇതിനെ ആത്മീയതയായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇത് മുഴുവനും നമ്മുടെ ദേഹിയാണ്. ഹല്ലേലൂയ. എന്നാൽ എന്താണ് പിന്നെ ആത്മാവിൻ്റേത്? ദൈവം അനുവദിച്ചിട്ട് എന്നെ പണ്ട് പറയാൻ, എന്നെ വഴക്കുണ്ടാക്കാൻ, എന്നെ തല്ലാൻ ഒരാളെ അനുവദിച്ചു. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം. നിങ്ങൾക്ക് നമ്മുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീതി നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങളുടെ പ്രതിഫല സ്വർഗത്തിൽ. ഉടനെ സ്വർഗത്തിലേക്ക് നോക്കി. നിങ്ങൾ എൻ്റെ ആരെങ്കിലും വന്നെന്നെ നിന്ദിക്കുക, ഞാൻ ചെയ്യാത്ത കാര്യം, പറയാത്ത കാര്യം, അറിഞ്ഞിട്ടില്ലാത്ത കാര്യം പറയുമ്പോൾ എൻ്റെ വികാരം അങ്ങ് തിളച്ചു വരുന്നെങ്കിൽ ഞാൻ ആത്മീയനല്ല. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ വെറുതെ പറയുകയാണ്. പെട്ടെന്ന് വികാരത്തെ ഞാൻ നിയന്ത്രിക്കുകയല്ല, ഞാനായിട്ട് നിയന്ത്രിക്കുന്നില്ല. പെട്ടെന്ന് എൻ്റെ കണ്ണ് മുകളിലേക്ക് പോയി, എൻ്റെ പ്രതിഫലം വലുതാണെന്ന് കർത്താവേ, എനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ വ്യാജമായൊരു ശരിയല്ല. ആ മകൻ എന്നെ കണ്ടിട്ട് പിണങ്ങിയങ്ങ് പോയി. പിറ്റേ ദിവസം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തന്നെ കുറ്റബോധമുണ്ട്, എന്നോട് കാണിച്ചതിനകത്ത് ഉണ്ട്. ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ചിരിച്ചു. അകത്ത് എനിക്ക് നീ ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. എൻ്റെ പല്ലിളിച്ച് കാണിക്കുക. അവനത് കാണുമ്പോഴേ അറിയാം, ഇയാളുടെ ഉള്ളിൽ മുഴുവനും വൈരാഗ്യമാണ്. മനുഷ്യൻ്റെ വിൽപ്പവറിന് അത്ര പവറുണ്ട്, അറിയാമോ? തമ്മിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറയും. എന്നാൽ ഞാൻ മരിച്ചു, ഞാൻ അവിടെ യേശുവിൻ്റെ കൂടെ മരിച്ചിട്ട് ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന ഒരനുഭവം. ക്രിസ്തുവിൻ്റെ ജീവൻ, ആ മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹം
എന്നിൽ കൂടെ പുറത്തു വരുമ്പോൾ, ഇതിനെയാണ് വിവേകമെന്ന് ബൈബിൾ പറയുന്നത്. ബൈബിൾ പറയുന്ന വിവേകം നമ്മൾ ക്രിസ്തു എനിക്ക് പകരം ജീവിക്കാൻ അനുവദിക്കുന്നതാണ്. ഞാൻ കുറച്ച് നിയന്ത്രിക്കുന്നതല്ല, ഞാൻ കുറച്ച് പല്ല് കടിച്ച് പിടിച്ച് സഹിക്കുന്നതല്ല ഈ വിവേകം. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ സമയം കണ്ടു പോകുന്നല്ലോ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പം ആ ഭാഗത്തുനിന്ന് പെട്ടെന്ന് ഞാനൊന്ന് കടന്നു പോകട്ടെ. നമ്മൾ ദേഹിയെ ബലപ്പെടുത്തണം. നമ്മൾ ദേഹിയെ ബലപ്പെടുത്തേണ്ടത് ആത്മാവിനാണ്. ദേഹിയോട് പറഞ്ഞു മനസ്സിലാക്കണം, നീത് ആത്മാവിന് വേണ്ടി തന്നിരിക്കുന്ന ബുദ്ധിയാണിത്, ആത്മാവിന് വേണ്ടി തന്നിരിക്കുന്ന വില്ലാണിത്, മനസ്സാണിത്, ഇച്ഛാശക്തിയാണിത്. നിനക്കിഷ്ടത്തിന് വേണ്ടി പോകരുത് എന്ന് പറഞ്ഞ് എൻ്റെ കണ്ണുകളെ, എൻ്റെ ബുദ്ധിയെ പറഞ്ഞ് പഠിപ്പിച്ച് ഞാൻ കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ എൻ്റെ ആത്മാവിനോട്, ആ മനസ്സിനോട് എൻ്റെ ആത്മാവ് പറയും, എൻ മനമേ സ്വസ്ഥമായിരിക്കുക, നീ ഭാരപ്പെടാതെ, ഇത്രയും വലിയ കടഭാരങ്ങളെ കുറിച്ച് നീ ഭാരപ്പെടാതെ, ഇത്രയും വലിയ വേദനകളെ കുറിച്ച് നിന്റെ മുമ്പിലുള്ള പ്രശ്നം എനിക്കറിയാം. എൻ്റെ അകത്തിരിക്കുന്ന പരിശുദ്ധ ആത്മാവ് എൻ്റെ ആത്മാവോട് ചെന്ന് എൻ്റെ മനസ്സിനോട് പറയുക, നീ സ്വസ്ഥമാകും. എന്തൊരു ഫീലാണെന്നറിയാമോ അത്? ഒരു സ്വസ്ഥത. അവൻ്റെ ഉള്ളിൽ നിന്നാണ് ആരാധന വരുന്നത്. ബൈബിൾ പറയുന്ന പാപങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പാപമാണ് അസ്വസ്ഥത, ആകുലത, ഉത്കണ്ഠകൾ. എനിക്കും നിങ്ങൾക്കുണ്ട് പ്രശ്നം, എനിക്ക് പൗലോസിനുണ്ട്, പത്രോസിനുണ്ട് പ്രശ്നം. ഹല്ലേലൂയ. പക്ഷേ അവരുടെ മനസ്സിനെ അവർ സ്വസ്ഥതയിലേക്ക് നയിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മനസ്സിനോട് നമ്മൾ ദേഹിയെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള ശുശ്രൂഷകൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇപ്പം നിങ്ങൾ വന്നിരിക്കും, നിങ്ങളെക്കുറിച്ച് പ്രഭാരം ഞാൻ അറിഞ്ഞു, നിങ്ങളുടെ വേദന ഞാൻ അറിഞ്ഞു. അതിനകത്ത് ബൈബിളിൽ നിന്ന് കുറച്ച് വാക്യങ്ങൾ എടുത്ത് നിങ്ങളുടെ ദേഹിയെ ബലപ്പെടുത്താൻ എനിക്ക് പറ്റും. ഈ ബൈബിളിൻ്റെ വാക്യം കൊണ്ട് നിങ്ങളുടെ ദേഹിയെ ബലപ്പെടുത്താൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ദേഹിയെ ബലപ്പെടുത്തി ഞാൻ വിട്ടെന്നാൽ അല്പം കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹിയുടെ ബലത്തിന് അടിസ്ഥാനമില്ലാതെ കിട്ടിയ ബലമാണത്. എന്നാൽ ഞാൻ ചെയ്യേണ്ടത് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ, ആത്മാവിനെ ശക്തിപ്പെടുത്തിയാൽ എൻ്റെ ആത്മാവിനെ കൊണ്ട് എൻ്റെ ദേഹിയെ ഞാൻ സ്വസ്ഥതയിലേക്ക്, അവിടെയാണ് വിടുതൽ, അവിടെ അടിസ്ഥാനമുണ്ട്. ആ ദേഹിക്ക് സമ്പൂർണ്ണമായ സൗഖ്യം, ആ ശരീരത്തിന് സമ്പൂർണ്ണമായ സൗഖ്യം. എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പറയുന്നത്, ദൈവമക്കളാകുന്ന നമ്മൾക്ക് പ്രശ്നങ്ങളുമായിട്ട് തന്നെ നടക്കാനല്ല. നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വേദനകൾ, രോഗങ്ങൾ ദൈവം കാണുന്നു, അറിയുന്നുണ്ട്. പക്ഷെ കർത്താവ് അനുവദിച്ചത് എന്തിനാണെന്ന് ചിന്തിക്കണം. എൻ്റെ ആത്മാവിനെ അതുകൊണ്ട് ബലപ്പെടണം. എൻ്റെ ആത്മാവ് ബലപ്പെട്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. ആത്മാവ് ബലപ്പെട്ടാൽ അതിലൂടെ ദേഹി ബലപ്പെടണം, തിരിച്ചാകരുത്. ഇത് ഇവിടുന്ന് വരേണ്ട ഒരു വരം ഇവിടുന്ന് പോകരുത്. എങ്ങനെ? ദേഹിയിൽ നിന്നും അല്ലെങ്കിൽ ദേഹത്തിൽ നിന്നും ഉള്ള വിടുതൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയേ ചെയ്യരുത്. ഇവിടെ കിട്ടുന്ന വിടുതൽ കൊണ്ട് നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടത്തില്ല. നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുന്നത് നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ജീവിതം കൊണ്ടാണ്. അതിലൂടെ നിങ്ങളുടെ ദേഹിക്കും ദേഹത്തിന് സമ്പൂർണ്ണമായ സൗഖ്യം. ഇത്ര പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അടുത്ത വാക്യം ഒന്ന് വായിക്കുകയാണ്. നിങ്ങൾ ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അത് പറയേണ്ടതാണ്. അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം, ദൈവ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് പ്രാപിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് വിവേകം വരണം. കൊണ്ട് നിങ്ങൾ നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം എന്ന്. ഇതൊന്ന് നിങ്ങളൊന്ന് അടിവരയിട്ടോണേ. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിൽത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. ഒരാൾ പൂർണ്ണ ശക്തിയോടെ ബലപ്പെട്ടു എന്നെങ്കിൽ, ആത്മാവിൻ ബലപ്പെട്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ നിങ്ങൾ വായിച്ച വേദഭാഗങ്ങൾ കണ്ടോ? സകല സഹിഷ്ണുത പഠിപ്പിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. നമുക്കൊരു സഹിഷ്ണുത ആവശ്യമാണ്. കേട്ട ഉടനെ പ്രതികരിക്കുന്ന രീതിയല്ല. അങ്ങനെ ഒരു രീതി എനിക്കും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദീർഘക്ഷമ പഠിക്കണം. ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം, കേൾക്കുന്നതിന് എല്ലാറ്റിനും മറുപടി പറയാൻ
കർത്താവിനെ കിട്ടത്തില്ല, പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല, ദൈവവൈതലിനെ കിട്ടത്തില്ല. ഇപ്പോൾ കേട്ടു, ഓക്കെ, ചോദിക്കാൻ, കാര്യങ്ങൾ പറയാൻ സ്നേഹമുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് പ്രയോജനമില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവനോട് ക്ഷമിച്ചു കൊടുക്കുക. എങ്ങനെ? ദീർഘമായി ക്ഷമിക്കുക. ദീർഘക്ഷമയും സഹിഷ്ണുതയും അതിന് എന്ത് ചെയ്യും? അതിനായിട്ട് അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തോളം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. നിങ്ങൾ ആത്മാവിന് ശക്തിപ്പെട്ടോ, നിങ്ങൾക്ക് സഹിഷ്ണുതയുണ്ട്. ജോബിൻ്റെ സഹിഷ്ണുത നമ്മളെല്ലാവരും വാനോളം പുകഴ്ത്തുന്നതാണ്. എന്തു വന്നാലും സ്തോത്രം ചെയ്യാൻ കഴിയുന്ന അനുഭവം. ഏകദേശം 10 മക്കളും 10 മരുമക്കളും അതിനടുത്ത കൊച്ചുമക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റ ദിവസം മരിച്ച് ശവപ്പെട്ടികൾ വീടുവാതിക്കൽ നിരന്ന് കിടക്കുന്നു. നിരത്തി വെച്ചിരിക്കുന്നു. 50-ലധികം ശവപ്പെട്ടി. ഞാൻ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ കണക്കാം. 50-ലധികം ശവപ്പെട്ടികൾ ഒറ്റ വീടിൻ്റെ വാതിക്കൽ നിരന്ന് കിടക്കുന്നു. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? യോബിൻ്റെ ഭാര്യയെ പോലെ പറയുന്നില്ലേ, ദൈവം ഞങ്ങൾക്ക് ദോഷമായിട്ടുള്ളത് ചെയ്തു. എന്നിട്ട് നമ്മൾ പറയും യോബിൻ്റെ സഹിഷ്ണുത വലുതാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരു തലവേദന വന്നാൽ മതി, നമ്മുടെ സഹിഷ്ണുതയൊക്കെ പോയി. നമുക്കൊരു ചെറിയ വാക്കൊരാൾ പറഞ്ഞാൽ മതി. യോബിനെ ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാരെല്ലാം ഇവിടെ എന്താ പറഞ്ഞത്? ഈയിടെ നിന്റെ കൂടെ ദൈവമില്ല, ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയെല്ലാം വരുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യോബിനെ ആശ്വസിപ്പിക്കാൻ വന്നിട്ട് അവർ വേദനിപ്പിക്കുക ചെയ്തു. യോബ് അവിടെ സഹിഷ്ണുതയോടെ തൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന യോബിനെ, യോബ് പൂർണ്ണനല്ല, ഈ ദൈവം പറയുന്ന ഗുണങ്ങളെല്ലാം അവനുണ്ട്. ഞാൻ പറഞ്ഞത് ഇതാണ് ഒരാളുടെ നമുക്ക് സഹിഷ്ണുത കിട്ടിയാൽ. ഭർത്താവ് വല്ലതും ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞതാൽ പെട്ടെന്നൊന്ന് ചിരിക്കാൻ കഴിയുന്നവരുണ്ട്. ഭാര്യ ആവശ്യമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ പോട്ടെ. പാസ്റ്റർ ഇവിടെ വരുമ്പോൾ ഒരു തമാശ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് പാസ്റ്റർ അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ. എന്തൊരു സഹിഷ്ണുതയാണ് നമുക്കല്ലേ, എന്തൊരു സഹിഷ്ണുതയാണ്. ദീർഘക്ഷമനെ പറയണം. നമുക്ക് ക്ഷമ പിന്നെ അങ്ങോട്ട് പോയി ദീർഘമായി ക്ഷമിക്കുന്ന നമ്മൾ. ഹല്ലേലൂയ. ഇതുണ്ടാക്കാനാണ് ആത്മാവിലെ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. അവിടെ ഇത് വന്നാൽ അവിടെ നമ്മുടെ ദേഹീ മണ്ഡലം സ്വസ്ഥമാകും. ദേഹീ മണ്ഡലത്തിൻ്റെ സ്വസ്ഥത ശരീരത്തെ അറിയും, ശരീരത്തിലേക്ക് വ്യാപരിക്കും. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ എങ്ങനെ പൂർണ്ണശക്തിയോട് ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും. 15-ാം വാക്യം, 13-ാമത്തെ വാക്യം, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവ്. എന്താ ഇരുട്ടിൻ്റെ അധികാരം? നിങ്ങൾ ചിന്തിക്കുന്ന ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് തന്നെ വിടുവിച്ചു. എന്താണ് നിങ്ങൾ ഞാൻ മനസ്സിലാക്കേണ്ടത്? പറഞ്ഞങ്ങ് നിർത്താൻ. ഞാൻ ഇരുട്ടിനൊരു വാഴ്ചയുണ്ട്. ഇരുട്ടിൻ്റെ വാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ദേഹീ മണ്ഡലത്തിൻ്റെ വാഴ്ചയാണ്. ഇരുട്ടിൻ്റെ അധികാരമെന്ന് പറയുന്നത്, പിശാചിൻ്റെ രാജ്യമെന്ന് പറയുന്നത് എൻ്റെ രാജ്യമാണ്. നിങ്ങളും ഞാനും ചിന്തിക്കുന്നത് പോലെ പിശാചിന് വേറൊരു രാജ്യമൊന്നുമില്ല. നിങ്ങളെ സ്വന്തം രാജ്യത്തിലേക്ക് കൊണ്ടുപോകുക. നിങ്ങൾക്കായി ജീവിക്കുക, നിങ്ങൾക്കായി കഷ്ടപ്പെടുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭൗതിക വിഷയങ്ങളെ ഓർത്ത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശുവേ ഞങ്ങളെ രക്ഷിക്കണമേ. നിങ്ങൾ ഇരുട്ടിൻ്റെ അധികാരത്തിലാണ്. ഇരുട്ടിൻ്റെ രാജ്യമെന്ന് പറയുന്നത് എൻ്റെ രാജ്യമാണ്. എനിക്ക് സുഖം, ബലം, സൗഖ്യം, സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ രാജ്യം, അതാണ് ഇരുട്ടിൻ്റെ രാജ്യം. സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യം, ഇത് കാണണം. നിങ്ങൾക്ക് എൻ്റെ രാജ്യം വേണോ അതോ കർത്താവിൻ്റെ രാജ്യം വേണോ? രണ്ടും കൂടെ വേണ്ട. അപ്പോൾ കർത്താവിൻ്റെ രാജ്യം മാത്രം മതിയല്ലോ. കർത്താവിൻ്റെ രാജ്യം മതിയെങ്കിൽ നിങ്ങളുടെ രാജ്യം എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ രാജ്യമാണ് നിങ്ങളുടെ കൺമുമ്പിലുള്ളതെങ്കിൽ, എങ്ങനെ
എൻ്റെ മക്കളുടെ ഭാഗം, എൻ്റെ വീടിൻ്റെ ഉദ്ധാരണം. ഞാനീ കഷ്ടപ്പെടുന്നതൊക്കെ അതിനാ, ഞാനീ പ്രാർത്ഥിക്കുന്നതൊക്കെ അതിനാ. എൻ്റെ കുടുംബത്തിൻ്റെ ഉദ്ധാരണം ഉണ്ടാകണം. അപ്പം നമുക്കൊരു പിതാവുണ്ട്. ആ പിതാവിന് നമ്മുടെ ആവശ്യങ്ങളൊന്നും അറിയത്തില്ല, നമ്മുടെ ആവശ്യങ്ങളൊന്നും അറിയത്തില്ല. നമ്മളെ സൃഷ്ടിച്ചാക്കിയപ്പോൾ ദൈവം കരുതുന്നവനാണ്, ദൈവം പരിപാലകനാണ്. കാക്കക്കുഞ്ഞിനും അതിൻ്റെ വിഷപ്പടക്കുന്നവനാണ് ദൈവം. ആകാശത്തിലെ പറവുകളെ പൊറ്റിപ്പുലർത്തുന്നവനാണ് ദൈവം. വയലിലെ താമരയ്ക്ക് ശലോമോന് കൊടുത്തതിനേക്കാൾ സൗന്ദര്യം കൊടുക്കുന്നവനാണ് ദൈവം. ഇത്ര മഹോന്നതനായ ദൈവം തൻ്റെ പുത്രിയാക്കി, തൻ്റെ പുത്രനാക്കി നമ്മളെ വിളിച്ചു. എൻ്റെ രാജ്യം അതാ, നിന്റെ രാജ്യം വേണ്ട. നിന്റെ രാജ്യത്തെക്കുറിച്ച് മുൻപേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പിൻ. ഇരുട്ടിൻ്റെ രാജ്യമെന്ന് പറയുന്നത് പിശാചിൻ്റെ രാജ്യമെന്ന് എൻ്റെ രാജ്യമാണ്. ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ പിൻപറ്റുവാൻ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്നെങ്കിൽ നിങ്ങളെ തന്നെ വെറുത്ത്, നിങ്ങളുടെ രാജ്യത്തിൻ്റെ അധിപനായ നിങ്ങളെ നിങ്ങൾ വെറുത്ത് നിങ്ങളുടെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. എൻ്റെ ശിഷ്യനാകണമെങ്കിൽ ആദ്യം നിന്നെ തന്നെ നീ മരിക്കാൻ ഏൽപ്പിക്കണം. നിന്റെ ഇഷ്ടങ്ങളെ വലിച്ചെറിയണം. നിന്നേക്കാളധികം, നിന്റെ അമ്മയെക്കാളധികം, നിന്റെ അപ്പനേക്കാളധികം, നിന്റെ സഹോദരങ്ങളെക്കാളധികം, നിന്റെ ഭാവിയേക്കാളധികം എന്നെ നീ സ്നേഹിക്കണം. എന്നെക്കാളധികം ഈ ഭൂമിയിൽ നീ എന്തിനെങ്കിലും വില കൊടുക്കുന്നെങ്കിൽ നീ നിന്റെ രാജ്യമാണ് പണിയുന്നത്. നിന്റെ രാജ്യം അന്വേഷിച്ചിട്ട് ഹല്ലേലൂയ അതോടുകൂടി ഇതൊന്നും കിട്ടത്തില്ല. ദൈവരാജ്യവും ദൈവനീതിയും ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ചു. പിശാചോ രോഗമോ പറയുന്നത് നീ നിനക്ക് വേണ്ടി ചിന്തിക്കണം, നിനക്ക് വേണ്ടി നീ കരുതണം. കർത്താവ് പറയുന്നു, ഞാനാണ് കരുതുന്നത്, ഞാനാണ് നിന്റെ അപ്പൻ. നിന്നെക്കുറിച്ച് നീ ഒരു ഭാരവും വേണ്ട, നിന്നെക്കുറിച്ച് ഒരു വിചാരപ്പെടലും വേണ്ട. നീ വിചാരപ്പെടുന്നത് കൊണ്ട് നിന്റെ ഒരു കാര്യവും നടക്കത്തില്ല. സകല മാനവരാശിയെ നടത്തുന്നത് ഞാനാണ്. നിന്റെ കാര്യം നിന്റെ കൈകളിൽ സുരക്ഷിതമാണ്. നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചോ, നിന്റെ ഉത്കണ്ഠകളെല്ലാം എൻ്റെ മേൽ കൊണ്ടുവാ. എൻ്റെ രാജ്യം പണിയാനാണ് നിന്നെ വിളിച്ചത്. നിന്റെ രാജ്യം പണിയേണ്ട നീ. ഒന്നുകിൽ നിങ്ങൾ ദൈവരാജ്യം പണിയണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യം പണിയണം. പിശാചിന്റെ രാജ്യം അവിടെയാണ് അവൻ മറഞ്ഞിരുന്നുകൊണ്ട് മഹത്വമെടുക്കുന്നത്. മറഞ്ഞിരുന്നുകൊണ്ട് അവൻ പിശാച് തന്റെ മഹത്വമെടുക്കുന്നത് നമ്മൾ നമ്മുടെ രാജ്യം അന്വേഷിക്കുമ്പോഴാണ്. കർത്താവ് പറയുന്നു, നിങ്ങൾ യേശുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. എൻ്റെ രാജ്യം വരണമേ. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. എങ്ങനെ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണ്ട, എൻ്റെ രാജ്യമെല്ലാം നടത്തി തരണേ, എൻ്റെ ഇഷ്ടമെല്ലാം നടത്തി തരണേ. എന്നിട്ട് ഞാൻ പറയുക, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാണ് ഞാനെന്ന് പറയുന്നെങ്കിൽ തീർത്തും പറയണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം മാത്രം നടക്കണം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഒന്ന് പൊക്കിക്ക്, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, അത് ദൈവം അനുവദിച്ചതാണോ? ദൈവമക്കളാണെങ്കിൽ, നീ ദൈവ പൈതലാണെങ്കിൽ ദൈവം അനുവദിക്കാതെ നിന്റെ ഒരു മുടി, ആ മുടി നാരും പൊഴിയുകയില്ല, കിടക്കയില്ല. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമല്ല, അതൊന്നും സംഭവിക്കത്തില്ല. ദൈവം ചിലത് അനുവദിച്ചു തന്നു. ദൈവത്തിന്റെ പ്ലാനിങ്ങിലല്ല, ദൈവം ചിലത് അനുവദിച്ചു തരും. എങ്കിലും അത് ദൈവ ഇഷ്ടമാണ്. ആ ദൈവ ഇഷ്ടത്തിന് എന്നെ സമർപ്പിച്ചിട്ട്, കർത്താവേ നിന്റെ ഇഷ്ടം എന്നിൽ നടക്കട്ടെ. പുതിയ നിയമത്തിന്റെ പ്രാർത്ഥന നിന്റെ രാജ്യം വരയണമെന്നുള്ളതാണ്. എൻ്റെ രാജ്യം വരരുതേ, എൻ്റെ ഇഷ്ടം നടക്കരുതേ എന്നുള്ളതാണ്. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്നെ ആക്കി വെച്ചു. അങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടും. ദേഹി നിങ്ങളുടെ മുമ്പിൽ മുട്ടിട്ടടിക്കും. നിങ്ങളുടെ ദേഹി നിങ്ങളുടെ ശത്രുവാണ്. ഹല്ലേലൂയ. ജഡമോഹം, ജഡമോഹമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവിനാൽ ദേഹിയെ നമ്മൾ മരിപ്പിക്കണം. നമ്മുടെ ദേഹിയുടെ മനസ്സ്, നമ്മുടെ ദേഹിയുടെ ചിന്തകൾ നമ്മൾ മരിപ്പിക്കണം. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരപ്പനുണ്ട്, ഒറ്റ കാര്യം, ഞാൻ ദൈവവൈതലാണ്, ഞാൻ ദൈവരാജ്യത്തിൻ്റെ അംഗമാണ്. സ്വർഗത്തിൽ പോകുന്ന കാര്യം പറഞ്ഞത്, ഇവിടെ ദൈവരാജ്യം അനുഭവിക്കാൻ,
ഇവിടെ ദൈവത്തിൻ്റെ ഭരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ. അവിടുന്ന് കഷ്ടങ്ങൾ തരുമ്പോഴും വേദന തരുമ്പോഴും ഞാൻ അവനെ പാട്ടുപാടി സ്തുതിക്കും. ഞാൻ നിരാശയോടെ അല്ല. 2024 എത്രമാത്രം നീ പുറകോട്ട് പോയി. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഒരു തീരുമാനം, ദൈവരാജ്യം വരണം. ദൈവരാജ്യം, ദൈവ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്നെ എന്തൊരു അനുഭവത്തിലൂടെ വിട്ടാലും ഞാൻ ദൈവത്തിന് നന്ദി പറയും, സ്തോത്രം ചെയ്യും. നമ്മുടെ കണ്ണുകൾ വയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.